അതിൻ്റെതായ ചിട്ടവട്ടത്തോടു കൂടിയും നല്ല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അത്രമാത്രം അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഈ ഒരു വിജയം തീർച്ചയായിട്ടും ഈ ക്ഷേത്ര ഭരണസമിതിക്ക് അഭിമാനപൂർവ്വം ഏതൊരാളുടെ മുമ്പിലും തുറന്നു പറയുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് സാറിനോട് ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കിതിൻ്റെ കൂടുതൽ സൗകര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാം അല്ലേ? മുറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ പാചകപ്പുരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് അതിശയം തോന്നുന്നുണ്ടായിരിക്കും. നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ബഹുമാന്യായ സെക്രട്ടറിയോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയൂ. ഇത് ഈ ഡ്രമ്മിനകത്താണ് കഞ്ഞി വെക്കുന്നത്. ഇതിനകത്ത് അരി ഇട്ട് വെള്ളം വരുന്ന ടാപ്പാണിത്. വെള്ളം ഇതിനകത്തൂടെ വരും. ഇതിനകത്തൂടെ സ്റ്റീം വരും. ഈ സ്റ്റീം ഇതിലൂടെ വന്നിട്ട് 35 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഡ്രം കഞ്ഞി വേവും. ഇത് കറക്കി അതൊന്ന് കറക്കി കാണിച്ചു കൊടുക്കാതെ ഇതൊന്ന് കറക്കി ഇങ്ങോട്ട് അതിനകത്ത് വല്ലതും ഉണ്ടോ? ഇപ്പം കഞ്ഞി വേണ്ട കൈ വെച്ച് തൊടാതെ കഞ്ഞി നമ്മൾ വിളമ്പുന്ന പാത്രത്തിലോട്ടാവുക. ഒന്ന് കറക്കിക്കൂടെ. അതായി കഴിഞ്ഞാൽ ഈ വിളമ്പുന്ന പാത്രത്തിൽ നിന്ന് ഈ കഞ്ഞി കോരി കുടിക്കുന്ന പാത്രത്തിലേക്ക് കൊടുക്കുക. ആരും കൈവച്ച് തൊടത്തില്ല. അങ്ങനെ ആണ് വ്യക്തപ്പെട്ടത്. ഇവിടെ ഈ ഒരു ഡ്രം എന്ന് പറയുന്നത് ഏകദേശം 300 പേർക്ക് കൊടുക്കാനുള്ള സാധനം കാണും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വെളുപ്പിനെ നമ്മൾ സാധാരണ ആൾക്ക് അന്നദാനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നേരത്തെ തയ്യാറായിരിക്കണം. അപ്പോൾ അതിനുള്ള രാത്രി മുതലേ അതിനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുമോ? ഈ ഒരു ദിവസത്തേക്ക് ആവശ്യമായ അരി മുതിര എല്ലാം വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവെക്കും. അതുപോലെ ഈ പാത്രങ്ങളെല്ലാം അവിടെ ചൂടുവെള്ളത്തിൽ കഴുകാനുള്ള സമയം അവിടെ 3-4 പേര് നിന്ന് കഴുകിക്കൊണ്ടിരിക്കുക. അത് കഴുകി റെഡിയാക്കി ഇവിടെ കൊണ്ടുവെക്കും. ചൂടുവെള്ളത്തിലുള്ള പാത്രം കഴുകുന്ന സംവിധാനമാണല്ലോ അവിടെ. അപ്പോൾ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് വെന്ത് കഴിയുമ്പോൾ അടുത്തതിനകത്തുനിന്ന് ഇടും. അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഏകദേശം 11-11:30 മണി വരെ ഇത് ഈ അനശ്വരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിന് ഓരോന്നിനും ഓരോ വിഭാഗത്തിനും പ്രത്യേകം ജോലിക്കാരെ നിയോഗിച്ചിട്ടില്ല. ഉണ്ട്. അവർ നേരത്തെ തന്നെ ഈ കഞ്ഞി വെക്കുന്നതിന് 2 പേര്, പാത്രം കഴുകുന്നതിന് 7 പേര്, മറ്റ് സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് 4-5 പേര്, അങ്ങനെ എല്ലാം കൂടെ ഒരു 10-20 പേര് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് കൂടുതൽ 10-20 മെമ്പർമാർ. ഇവരെല്ലാവരും കൂടെയുള്ള ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള പ്രവർത്തനം കൊണ്ട് വളരെ സംതൃപ്തിയോടുകൂടി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കഞ്ഞി കുടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ആഹാരം വെക്കുന്നത് തീർച്ചയായിട്ടും വെള്ളം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അതിനാവശ്യമായ വെള്ളം നമ്മൾ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്? ശുദ്ധമായ ജലമാണ് ഏറ്റവും പ്രധാനം. ശുദ്ധമായ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ ഇവിടെ കണക്ഷനുണ്ട്.